പ്രിയ സൗഹൃദങ്ങളെ, നല്ല ഒരു സുദിനമാകട്ടെ ഏവർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉറുമ്പ് കടിക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ കാലിൽ ഇതുവരെ കല്ല് തട്ടാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ മഴ നനയാതിരുന്നിട്ടുണ്ടോ? കടിച്ച ഉറുമ്പിനെ മുഴുവൻ നിങ്ങൾക്ക് കൊല്ലാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി ഉറുമ്പുകൾ ലോകത്തിൽ ഇല്ലാതിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തട്ടിയ കല്ലുകളെ നിങ്ങൾ പിറക്കി മാറ്റി കാണും, പക്ഷേ ഭൂമിയിൽ കല്ലുകൾ ഇല്ലാതിരിക്കും. നനഞ്ഞ മഴയെ നിങ്ങൾ ചേമ്പല കൊണ്ട് തടഞ്ഞു കാണും, കുട കൊണ്ട് മൂടിക്കാണും, വരാന്തയിൽ മാറി നിന്ന് നനയാതെ രക്ഷപ്പെട്ട് കാണും എന്ന് വിചാരിച്ച് മഴ പെയ്യാതിരിക്കുമോ? അപ്പോൾ എന്താണ്? ജീവിതത്തിൽ എപ്പോഴും പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ഈ പ്രതിബന്ധങ്ങളെല്ലാം പൂർണ്ണമായി മാറ്റാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അഭിമുഖീകരിക്കുകയാണ് ആണ് ധൈര്യം. ഈ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യമായിട്ട് ഇതിൻ്റെ സാധാരണ കേൾവിക്കാരോട്, ഇന്ന് മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പുനരൈക്യ ദിനം. ഇന്ന് ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്നത് മാറിവാനീസ് പിതാവിനെ, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 പേരെയും, ഇന്ന് സഭയുടെ ആഘോഷങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ആളുകളെയും. മാറിവാനീസ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് വളർച്ചയുടെ പടവുകളായിരുന്നു. എതിർത്തവരെ അദ്ദേഹം എതിർത്തില്ല, സ്നേഹിച്ചവരെ അദ്ദേഹം കൂടുതൽ സ്നേഹിക്കുക മാത്രമല്ല, വെറുപ്പിക്കാൻ നിന്നുമില്ല. അതുകൊണ്ടാണ് മലങ്കര കത്തോലിക്ക സഭ ഇന്ന് ഇത്രയും വളർന്നിരിക്കുന്നത്. ഇന്ന് അടൂർ നടക്കുന്ന പുനരൈക്യ വാർഷിക ആഘോഷങ്ങൾക്ക് വളരെ നന്മയുണ്ടാകട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. കണ്ണ് ഇമ വെട്ടുന്നു എന്ന് വിചാരിച്ച് കണ്ണ് നിങ്ങൾ തുറക്കാതിരിക്കില്ലല്ലോ. ഉറങ്ങുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഉണരാതിരിക്കില്ലല്ലോ. ഒഴുക്ക് താഴേക്ക് വരുന്നു എന്ന് വിചാരിച്ച് പേടിച്ച് ഒഴുക്കിനെതിരെ നീന്താതിരിക്കാറില്ലല്ലോ. അതുകൊണ്ട് നന്മയുടെ നല്ല ദിവസം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റൊരുത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാനല്ല, നിവർന്ന് നിൽക്കാനാണ്. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ.